എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിൽ നിന്നൊരു കാര്യം അറിയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഫാമിലി വ്ളോഗുകൾ കാണാറുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫാമിലി വ്ളോഗ് ചാനൽ ഏതാണ്? ഇത്രയും കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാമോ? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ഫാമിലി വ്ളോഗറെ കുറിച്ചാണ്. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് കോൺട്രവേഴ്സികളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ഫാമിലിയാണ് മല്ലു ഫാമിലി. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ അവരിൽ ഹസ്ബൻഡ് വൈഫും സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഓരോ പോസ്റ്റുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങളെ മാനിച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ സ്വന്തമായിട്ട് എടുത്ത തീരുമാനങ്ങളാണ്, ഞങ്ങളുടെ വ്യക്തിത്വങ്ങളെ ഞങ്ങൾ ബഹുമാനിച്ചു കൊണ്ടെടുക്കുന്ന തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും, മല്ലു ഫാമിലിയിലെ സുജിനും അതുപോലെ നിതയും രണ്ടുപേരും ഓരോ പോസ്റ്റുകൾ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ ഇത് സംസാരിക്കും ചോദിച്ചാൽ, ഇവരിൽ ഇപ്പോൾ ഫാമിലി വ്ളോഗ് പ്രവീൺ പ്രണവ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ അഞ്ജിത നായർ, അത് ഫേസ്ബുക്കിലാണ് കൂടുതലും കാണുന്നത്. അഞ്ജിത നായർ ചേച്ചി അനിയത്തിയും തമ്മിൽ മിക്കവാറും അടി പിടി ബഹളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. മല്ലു ഫാമിലിയിൽ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആവുന്നു, നിതയെ ഒഴിവാക്കുന്നു. നിത മീൻസ് പൊന്നൂസിനെ ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുജിൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് ഇട്ടത് തന്നെ സുജിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്, ഇനി വീഡിയോ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും സുജിൻ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നു. അതും നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇന്നലെ നോക്കിയപ്പോൾ സുജിൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തേക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഈ സുജിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മക്കൾ പൊന്നൂസിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവർ ബർത്ത്ഡേ ആഘോഷിച്ച് ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ റീൽ ആദ്യം ഒന്ന് കാണാം. ആ റീല് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി ആദ്യം. അവസാനം ആ റീലിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഈ മോൻ വന്ന് പൊന്നൂസിനെ കെട്ടിപ്പിടിക്കുന്നൊരു വിഷ്വലാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. നമുക്ക് ആ റീലൊന്ന് കാണാം. ഇതാണ് ഈ റീല്. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നൊരു റീലായിരുന്നു. പക്ഷേ അതിൻ്റെ താഴെ ഇപ്പം ഫാമിലി വ്ളോഗിങ് ചാനലുകളുടെ വ്ളോഗുകളുടെ താഴെ അല്ലെങ്കിൽ വീഡിയോകളുടെ താഴെ പല രീതിയിലുള്ള കമൻറ്റുകൾ വരും. ചില ആൾക്കാർക്ക് അവരുടെ ആ വീഡിയോ ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെടത്തില്ല, ചില ആൾക്കാർ അതിനെ മോശമായിട്ട് കമൻറ്റ് ചെയ്യും. അങ്ങനെ പല 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 കമൻറ്റുകൾ ഇവരുടെ ചാനലുകളുടെ താഴെ കാണാറുണ്ട്. ഞാൻ ഈ ഡോറ ബുജി ആ ഫാമിലിയുടെ ഒക്കെ കമൻറ്റ് ബോക്സ് പല സമയത്തും ടോക്സിക് ആയിട്ടുള്ള കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്, അവരത് റിയാക്ട് ചെയ്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷേ ഒരു കമൻറ്റ് വന്നത് ശരിക്കും ആ കമൻറ്റിൻ്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ആ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ദേഷ്യം വരും. പക്ഷേ സുജിൻ അതിനെ എടുത്ത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്തു. ആ കമൻറ്റ് ഇങ്ങനെയാണ്: സുജിൻ കുഞ്ഞൂസ് വളർന്ന പോലെ തന്നെ കിടു ഇവാമോളും അച്ഛനില്ലാതെ വളരണ്ടേ, ആ അമ്മയ്ക്ക് മകനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, വല്ലാത്തൊരു സ്ത്രീ. ഇതാണ് കമൻറ്റ്. ശരിക്കും ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റിയൽ ലൈഫ് വേറെയാണ്, റിയൽ ലൈഫ് വേറെയാണ്. ഇവരുടെയൊക്കെ ഫാമിലി ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. പുറത്ത് കാണിക്കുന്ന ഒരു ലൈഫ് ആയിരിക്കില്ല അവരുടെ എക്സാക്ട് ജീവിതം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും അറിയാതെ നിങ്ങൾ പോയിട്ട് എന്താണ് ഈ കമൻറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരൊരു റീലിടുന്നു, ആ റീലിനകത്ത് അവരുടെ ഇമോഷൻസ് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യും. ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇത്തരം കമൻറ്റ് ഇടുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അവരെ എത്തിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ കമൻറ്റ് കണ്ട ഉടനെയാണ് സുജിൻ വന്നിട്ട് ആ വീഡിയോ ചെയ്തത്. വീഡിയോയ്ക്കകത്ത് ഫുള്ള് ഈ പൊന്നൂസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ മുൻപ് ആ പോസ്റ്റ് ഇട്ടപ്പോഴോ അപ്പോഴൊന്നും ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനൊന്നുമില്ല, ഞങ്ങൾ മ്യൂച്വലായിട്ട് എടുക്കുന്നൊരു തീരുമാനമാണ്, ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ വന്ന് സുജിൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിലേക്ക് വൈഫിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്ന പോലെയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ തന്നെ വെറുതെ ആലോചിച്ച് നോക്ക്,
നമ്മളുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയക്ക് എത്തിച്ചത് അവളാണ്. അതെങ്ങനെ സുജനെ ശരിയാവുക? നിങ്ങളുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് പൊന്നൂസ് സോഷ്യൽ മീഡിയ എത്തിച്ചത്? നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ സാധനം പുറത്തുവിട്ടത്. നിങ്ങൾ രണ്ടുപേരും ഓരോ പോസ്റ്റ് ഇട്ടു ഒരേ ദിവസം തന്നെ. ഫെബ്രുവരി 10 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം. രണ്ടുപേരും ഈ പോസ്റ്റ് ഇടുന്നത് ഏകദേശം ഒരേ ദിവസമാണ്, ഒരേ സമയമാണ്. അപ്പോൾ എങ്ങനെയാണ് പൊന്നൂസാണ് ഇത് പുറത്തു വിടുന്നതെന്ന് പറയുന്നത്? രണ്ടുപേരും കൂടി ചേർന്നെടുത്ത തീരുമാനമല്ലേ? രണ്ടുപേരും കൂടി ചേർന്ന് തന്നെയല്ലേ ഈ പോസ്റ്റ് ഇട്ടത്? അപ്പോൾ ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യുന്നത് ശരിയാണോ? അത് മോശമല്ലേ? നിങ്ങൾ സെപ്പറേറ്റഡ് ആയി രണ്ടായിട്ട് ജീവിക്കുന്നു, അവർ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു. ശരിക്കും നിങ്ങൾ ആ ബർത്ത്ഡേക്ക് പോകാത്തത് പോലും തെറ്റാണ്. കാരണം ആ മക്കൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ പോയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. കാരണം അതൊന്നും നമ്മൾ പുറത്ത് കണ്ടിട്ടില്ല. പുറത്ത് കണ്ടത് വെച്ചിട്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. അവരല്ല ഇത് പുറത്ത് വിടുന്നത്, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ്. ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ബാക്കിയേക്കാം. കാരണം ഞാൻ ഇതുവരെയ്ക്ക് എൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ഇമോഷണൽ അല്ലെങ്കിൽ എനിക്ക് പ്രശ്നം എൻ്റെ കുട്ടികളെ കാണുന്നില്ല, അത് കാണുന്നില്ല, കരച്ചില് പീച്ചില് അങ്ങനത്തെ ഒന്നും ഞാൻ നിങ്ങളെ ആരും മുന്നിലേക്ക് ഞാൻ എത്തിച്ചിട്ടില്ല. അവളാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? അത് എന്തിനാ കാണിക്കണത്? ഇതിപ്പോ പോലും കൂടി ഞാൻ പ്രതികരിക്കാൻ കാരണം അമ്മയെ പറ്റി പറഞ്ഞത് കൊണ്ടാണ്. അതിൽ ആ കമന്റ്സിൽ അത്രയും കമന്റ്സ് വന്നിട്ട് അമ്മയെ പറ്റി പറഞ്ഞിട്ട് എന്തുകൊണ്ട് അമ്മയെ പറ്റി പറഞ്ഞ കമന്റ് ഡിലീറ്റ് ചെയ്തോൾക്ക് അല്ലെങ്കിൽ റിപ്ലൈ കൊടുത്തൂടാ? എനിക്കിതിനെ പറ്റി സംസാരിക്കാനോ സമയമല്ല, എനിക്കിതിനെപ്പറ്റി സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല. ഞാനതിനു മുന്നേ ഞങ്ങൾ രണ്ടാളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു തീർപ്പിൽ നല്ല രീതിക്ക് നമ്മളത് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നിന്നാണ്. പിന്നെയും അമ്മയെ പറ്റി പറഞ്ഞ കമന്റ് ആണ് ഞാൻ അതിൽ സംസാരിക്കാൻ കാരണം. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇപ്പൊ അവളേനെ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റ് അറിയാൻ പറ്റും ആരാണ് കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അവളാണ് ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യം ഇട്ടുകൊണ്ടിരിക്കണം. എന്തിനെ? ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിന് ആൾക്കാരെ മൂലം സെന്റിമെന്റ് കിട്ടാൻ വേണ്ടിട്ടോ? സുജനെ, ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ആണുങ്ങളെ സംബന്ധിച്ച് പല ബിസി ഷെഡ്യൂൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പല കാര്യങ്ങളിലേക്ക് തിരിയാം. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ ചിന്തിച്ചാലും എന്തിനാണ് വെറുതെ സ്റ്റോറി ഇടുന്നത്, ഉള്ളവർ അറിയിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുമായിരിക്കും. പക്ഷേ സ്ത്രീകൾ പലപ്പോഴും അങ്ങനെയല്ല. സ്ത്രീകൾ പലപ്പോഴും അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇത്തരം രീതികളിലാണ്. സ്റ്റാറ്റസ് ഇട്ടും സ്റ്റോറി ഇട്ടും ഒക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. നിങ്ങളെപ്പോലുള്ള ഫാമിലി വ്ളോഗേഴ്സ് പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിൽക്കേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നങ്ങ് വിതറും. കുടുംബത്തിനകത്ത് നിൽക്കേണ്ട എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ കൊണ്ടങ്ങ് വിതറും. പൊന്നൂസിനെ ന്യായീകരിക്കുന്നില്ല, പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുന്നത് ട്രോമയിലൂടെ പോകുന്നതായിരിക്കും. കാരണം ഇത്രയും നാൾ കൂടെ ഒരാളുണ്ടായിരുന്നു, പെട്ടെന്ന് ആ ഒരാൾ ഇല്ലാത്തൊരവസ്ഥ വരുന്നു. അവർക്ക് കുട്ടികളുടെ കാര്യം നോക്കണം, അവർക്ക് അവരുടെ വർക്കിൻ്റെ കാര്യം നോക്കണം, ഇപ്പം പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ഇതിനിടയിൽ കൂടി അവരുടെ സങ്കടങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ ചിലപ്പോൾ വേറൊരാളുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴായിരിക്കാം ഒരു പക്ഷേ അവരവരുടെ സങ്കടങ്ങൾ. ഞാൻ പക്ഷേ പൊന്നൂസിൻ്റെ വീഡിയോസ് കാണുമ്പോൾ അതിനകത്ത് മോശമായിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല, ഇവരെ ബ്ലെയിം ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല, ഒന്നും ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നതും കണ്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോ, അതിനു വേണ്ടി പൊന്നൂസ് ഒരു എക്സ്പ്ലനേഷൻ, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവരുടെ സ്റ്റോറി കണ്ടൊരു പോസ്റ്റാണ്. ഒരു റീൽ ഇട്ടതിൻ്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങളായത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇന്നലെ ചെറിയൊരു യാത്രയിലായിരുന്നു. അതിനിടയിലാണ് ഈ റീൽ ഞാൻ പോസ്റ്റ് ആക്കിയത്. മഴയും കറണ്ട് കട്ടും കാരണം ഫോൺ ഓഫായിരുന്നു. അമ്മയെപ്പറ്റി ഒരുപാട് മോശം കമൻറ്റ്സ് വന്നതും ഏട്ടൻ വീഡിയോ ഇട്ടതും എല്ലാം ഞാൻ ഇപ്പോൾ ഫോൺ ഓണായപ്പോഴാണ് അറിയുന്നത്. ഇമോഷണൽ ആവണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് എടുത്ത ഒരു റീൽ അല്ല അത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മോൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അറിയാതെ വന്നുപോയ സങ്കടമാണ്. അതിന് ആരെയും നെഗ്ഗാക്കണം എന്ന് വിചാരിച്ച് വന്നതല്ല. പിന്നെ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, അമ്മയെ ആരും ഒന്നും പറയരുത്. കാരണം ഞാനും ഏട്ടനും തമ്മിലെ ഒത്തുപോകാൻ പറ്റാത്ത സിറ്റുവേഷനുള്ളൂ. അമ്മേനെ ആയിട്ടോ ചേച്ചിനെ ആയിട്ടോ ഇന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഞാൻ അവിടെ നിന്ന് പോന്നിട്ടും അവർ എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് അമ്മയല്ല ഞങ്ങളുടെ ഇടയിലെ പ്രശ്നം. അമ്മ ഇന്ന് വരെ എനിക്കൊരു പ്രശ്നവുമായിട്ട് എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. അമ്മയെ ഞാനും ഇപ്പോഴും ഡെയിലി കോൺടാക്റ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ മറ്റൊരാൾ വേദനിപ്പിക്കുന്നത് എനിക്കും വേദന തന്നെയാണ്. ഇത്രയും പ്രശ്നമാവും എന്ന് കരുതിയല്ല പോസ്റ്റ് ആക്കിയത്. ആരെയും ഹേർട്ട് ചെയ്യണമെന്നും ഉദ്ദേശിച്ചിരുന്നില്ല. സംഭവം മനസ്സിലായല്ലോ. ശരിക്കും പറഞ്ഞാൽ സുജിൻ ഒരു ഫോൺ കോളിൽ തീർക്കാവുന്ന കാര്യമായിരുന്നു ഇത്. ഇപ്പം പൊന്നൂസിനെ വിളിച്ചിട്ട് ചോദിക്കാൻ പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ ഒരു റീൽ ഇട്ടത്, അല്ലെങ്കിൽ അതിന് താഴെ വന്ന കമൻറ്റ് നീ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇത് അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ സുജിൻ അതല്ല ചെയ്തത്. സുജിൻ പിന്നെയും അവരെ ഈ പറയുന്ന കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് മോശം പറയിപ്പിക്കാൻ വേണ്ടി, സുജിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയും ഒരു വീഡിയോ ആക്കി അത് പോസ്റ്റ് ചെയ്തു. ഏകദേശം 1.5 ലക്ഷം പേരെന്തോ ആ വീഡിയോ കണ്ടു. ഇതിനകത്ത് വേറെ 1-2 കാര്യങ്ങൾ പറയേണ്ടത്, നമുക്ക് അതുകൂടെ കേൾക്കാം. പിന്നെ വേറെ കാര്യം കൂടിയും, ഈ സെന്റിമെന്റ്സ് കാണിച്ചിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഇടല് അവൾക്ക് മാത്രമല്ല അത് എനിക്കും പറ്റും. അത് നിങ്ങൾ എന്റെ അക്കൗണ്ടിൽ അങ്ങനെ കാണണില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തോ വലിയ തെറ്റ് കാട്ടിയെന്നൊന്നും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരും അങ്ങനെ കരുതണ്ട. ഓക്കെ,
ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അവളാണ് ആൾക്കാരെ മുന്നിലേക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടിട്ടും അവൾക്ക് എന്തോ ഭയങ്കര വിഷമമുള്ള പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടുന്നത് അവളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ അവളുടെ ഭാഗത്താ ശരി എന്നൊന്നും ആരും കാണണ്ട. എനിക്ക് എന്താ കാര്യം എന്നൊന്നും വന്ന് പറയാൻ താല്പര്യമില്ല. ഞാൻ അപ്പൊ അമ്മയെ പറ്റി കുറച്ച് കമന്റ് വീട്ടിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ മറ്റേ സ്റ്റോറി ഇടുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങളാരും ഈ ഒരു കാര്യം ഇവിടെ കഴിഞ്ഞാണ്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് ആരോടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും അതൊരു ചൂട് നാട്ടുകാർക്ക് വേണ്ട. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ സുജിൻ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയക്കകത്ത് വന്നിട്ട് സംസാരിച്ചത്? നിങ്ങളുടെ അക്കൗണ്ടിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ അവിടെ കമൻറ്റ് ചെയ്യും, പ്രതികരിക്കേണ്ട ആൾക്കാർ പ്രതികരിക്കും, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. ഇത് സോഷ്യൽ മീഡിയ ആണല്ലോ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്ത് വന്നാലും റിയാക്ട് ചെയ്യേണ്ട ആൾക്കാർ അത് റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പറയാതിരിക്കുക. ഇപ്പോൾ ശരിക്കും പറയാം, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വൈഫിനെ ആരും ഒന്നും പറയരുത്, അല്ലെങ്കിൽ എന്നെ ആരും ഒന്നും പറയരുത്, പക്ഷെ ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ പോരെ? എന്തിനാണ് സോഷ്യൽ മീഡിയ വന്ന് പറയുന്നത്? സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോഴേക്കും ആൾക്കാരെടുത്ത് വെച്ചിട്ട് സംസാരിക്കും. ചില ആൾക്കാർ പൊന്നൂസിനെ കുറ്റം പറയും, ചില ആൾക്കാർ സുജിനെ കുറ്റം പറയും. ഇപ്പോൾ സുജിൻ ഇവിടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? എല്ലാവരും പൊന്നൂസിനെ കുറ്റം പറയണം എന്നാണോ? പക്ഷേ എനിക്ക് ആ റീല് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ താഴെ കമൻറ്റ് വരുന്നതിന് ആ കുട്ടി എന്ത് ചെയ്യണം? അതിന് എക്സ്പ്ലനേഷൻ അത് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കയ്യിൽ ഫോൺ ഓഫായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു. രാവിലെ ഫോൺ ഓൺ ചെയ്തപ്പോഴാണ് ഈ കമൻറ്റ് കണ്ടത്. അതിന് ആ കുട്ടിക്കും അത് വിഷമമായെന്നത് പറഞ്ഞു. ഒരൊറ്റ ഫോൺ കോൾ തീർക്കേണ്ട കാര്യമാണ് അല്ലേ? അല്ലെങ്കിൽ ആ അമ്മ തന്നെ മോളെ വിളിച്ച് പറഞ്ഞാൽ മതി, മോളെ ആ കമൻറ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യും, മോളെ അത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെസ്സേജ് അയക്കാൻ പൊന്നൂസ് മനസ്സ് കാണിച്ചെങ്കിൽ ഉറപ്പായിട്ട് ആ കുട്ടി ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും. പക്ഷേ അതിന് വേണ്ടി സുജിൻ ശരിക്കും ഈ ഒരു വീഡിയോ പോലും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം സുജിൻ തന്നെ ആദ്യം പറഞ്ഞു, ഈ വിഷയം എനിക്ക് മുന്നോട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞ ഒരാൾ എന്ത് വന്നാലും പബ്ലിക്കിലേക്ക് സംസാരിക്കില്ലായിരുന്നു, ആ വിഷയം അവിടെ അവസാനിപ്പിക്കുമായിരുന്നു. കാരണം സുജിൻ ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. അമ്മേനെ പറയുമ്പോൾ ആർക്കാലും വിഷമം വരും, ഇല്ലൊന്നും പറയുന്നില്ല. പക്ഷേ അവിടെ അതിങ്ങനെ അല്ലായിരുന്നു ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇതിപ്പോൾ കൂടുതൽ ആൾക്കാർ അറിഞ്ഞില്ലേ? മറ്റേത് കുറച്ച് പേര് അറിഞ്ഞ കാര്യം ഇപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞില്ലേ? അതൊരു വലിയൊരു വിഷയമായിട്ട് മാറിയില്ലേ? എത്ര റിയാക്ഷൻ വ്ളോഗേഴ്സ് അടുത്ത് റിയാക്ട് ചെയ്യും? ഇപ്പോൾ വീണ്ടും ആൾക്കാർക്കിടയിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫായിരുന്ന അവർ വീണ്ടും ഒരു തെറ്റുകാരിയായിട്ട് മാറുകയല്ലേ? അവരെന്താ ചെയ്തതെന്നോ അല്ലെങ്കിൽ അവരെന്ത് തെറ്റിയതെന്നോ നമുക്കറിയില്ല. പക്ഷേ നിങ്ങൾ പറയാതെ പറയുന്നു അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ആ മിസ്റ്റേക്ക് എന്താ നിങ്ങൾ പറയുന്നില്ല, അത് അറിയാൻ ആർക്കും താല്പര്യമില്ല. നിങ്ങൾ ഈ വിഷയം പോലും എന്ത് ചെയ്യേണ്ടായിരുന്നു? സോഷ്യൽ മീഡിയ വന്ന് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? ഇത് എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ പറയുന്നതാണ്. നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ബാക്കി അപ്പൊ ഞാൻ പറയാണ്, സെന്റിമെന്റ്സ് കാണിക്കൽ അത്ര വലിയ സംഗതിയുള്ള കാര്യങ്ങളല്ല. ഞാൻ അതിന് മുന്നേ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും കമന്റ്സുകൾ കാര്യങ്ങൾ വരുമ്പോൾ ഇതാക്കുമ്പോഴൊക്കെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഇതിനെപ്പറ്റി ഇനി ഒന്നും പറയില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ അമ്മയെ പറ്റി ഒരു കമന്റ്സ് കാര്യങ്ങൾ വന്നതുകൊണ്ട് പറയാണ് ഞാൻ, മറ്റേ സെന്റിമെന്റ്സ് കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണിക്കാൻ അറിയാം. പക്ഷെ അതിന്റെ ഒരു ആവശ്യം എനിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. ഓക്കെ, സെന്റിമെന്റ്സ് കാണിക്കുന്ന ആൾക്കാരെ പിന്നാലെ നിങ്ങളെല്ലാവരും കൂടെ കമന്റ് ചെയ്യണം. ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, സത്യം എന്താണ് ശരിക്കും എന്താ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ ആരും പോയിട്ട് കമന്റ് കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഇനി ഇതിനെപ്പറ്റി പറയാൻ ഒരു താല്പര്യമില്ല. ഞാൻ അതിൽ അമ്മയെ പറ്റി കമന്റ് വന്നതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. സുജിൻ അമ്മയെ പറ്റി കമന്റ് വന്നുകൊണ്ട് വന്ന് സംസാരിച്ചതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനകത്തും നിങ്ങൾ ആ കമന്റ് പറഞ്ഞവരല്ല നിങ്ങൾ പറയുന്നത്, ആ വീഡിയോ പോസ്റ്റ് ചെയ്തവരെയാണ്. കമന്റ് ബോക്സിൽ എന്ത് എഴുതണ്ടെന്ന് തീരുമാനിക്കുന്നത് കമന്റ് അല്ലെങ്കിൽ ആ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടത് ആരെയായിരുന്നു? ആ കമൻറ്റ് ചെയ്തവരെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല കാര്യങ്ങൾ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഒരിക്കലും അമ്മയെ ബ്ലെയിം ചെയ്യേണ്ട. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഒരു സെപ്പറേഷനിലേക്ക് പോയത്. അതിനകത്ത് ഒന്നും അമ്മ വന്നിട്ടില്ല, അമ്മ ഇടപെട്ടിട്ടില്ല. പൊന്നൂസ് പറഞ്ഞതുപോലെ, പൊന്നൂസ് വളരെ സൗമ്യമായിട്ട് അവിടെ എഴുതി വെച്ചില്ലേ, അമ്മ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അമ്മ പ്രശ്നമായിരുന്നില്ല എന്ന് എഴുതി വെച്ചില്ലേ? എന്നതുപോലെ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങളത് അങ്ങനെയല്ല പറയുന്നത്. നിങ്ങളുടെ പൊന്നൂസ് ആ വീഡിയോ ഇട്ടതുകൊണ്ടും ആ കമൻറ്റ് വന്ന് ഡിലീറ്റ് ചെയ്യാത്തത് കൊണ്ടുമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുജിൻ എടുത്തു ചാടി ഈ ഒരു വീഡിയോ ചെയ്യേണ്ട യാതൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സോ അതൊന്ന് പറയണമെന്ന് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും വന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ കാണുന്നൊരു അഭിപ്രായം പറയുമ്പോൾ അഭിപ്രായം പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടാതെ വീണ്ടും വന്ന് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, വേണ്ടതൊന്നും പറയുന്നില്ല. പക്ഷേ അവിടെ നിങ്ങൾ പരസ്പരം പഴിചാരുമ്പോൾ ഇതിനിടയ്ക്ക് നിൽക്കുന്ന കുട്ടികളെ നിങ്ങൾ മറന്നു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ മോൻ്റെ ബർത്ത്ഡേക്ക് അതിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവണം, ആ മോൻ ആഗ്രഹം ഉണ്ടാവില്ലേ? പക്ഷേ അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ പൊന്നൂസ് ആ സമയത്ത് കുഞ്ഞു വന്ന് ഹഗ് ചെയ്തപ്പോൾ പൊന്നൂസ് പൊട്ടിപ്പോയതും അതുകൊണ്ടായിരിക്കാം. കഴിഞ്ഞ വർഷം വരെ ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കില്ല അവർ പോയിട്ടുണ്ടാവുക. ഫാമിലി ഇല്ലാത്തവർക്കാണ് അതിൻ്റെ വിഷമം മനസ്സിലാവുന്നത്. ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഫാമിലി ലൈഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളവർക്ക് ഉണ്ടായിരുന്ന ഫാമിലി നശിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാതായി കാണുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടാവും. അങ്ങനെ സങ്കടം തോന്നുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ കമൻറ്റ് പറയുന്നത്. ഈ ഓഡിയൻസ് തന്നെയല്ലേ നിങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്. അപ്പോൾ കൊടുക്കേണ്ട റെസ്പെക്ട് എല്ലാവർക്കും കൊടുത്ത് സംസാരിക്കുവാണെങ്കിൽ കുറച്ച് നാൾ കൂടി നല്ല രീതിയിൽ പോകാൻ പറ്റും. പൈസ എപ്പോഴും ഉണ്ടാവും, പക്ഷേ പൈസ ഇല്ലാത്തൊരു സമയം വരുമ്പോൾ നമ്മുടെ കൂടെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവണം. കൂട്ടുകാർ പലരും പൈസ ഇല്ലെങ്കിലും ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ കുടുംബക്കാർ, വീട്ടുകാർ, അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, ഇവരൊക്കെ ചിലപ്പോൾ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരുണ്ടാവും, നാളെ പൈസ ഇല്ലെങ്കിൽ കൂട്ടുകാരും ഉണ്ടാവില്ല. അതൊക്കെ എല്ലാവരും ഓർത്താൽ നല്ലത്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.